കവിതകളിലെയും കഥകളിലെയും നന്മയുള്ള അമ്മയല്ല, എൻ്റെ അമ്മ ക്രൂരയായിട്ടുള്ള ഒരമ്മയാണ്. കൗൺസിലിംഗ് സമയത്ത് സ്വന്തം അമ്മയെക്കുറിച്ച് ഒരു പെൺകുട്ടി പറഞ്ഞിട്ടുള്ള പരാതിയായിരുന്നു. ഈ പെൺകുട്ടിയെ ചെറുപ്പം മുതലേ മറ്റുള്ള കുട്ടികളെ അപേക്ഷിച്ച് രണ്ട് രീതിയിലായിരുന്നു ഈ പെൺകുട്ടിയെയും മറ്റുള്ളവരെയും കണ്ടിട്ടുണ്ടായിരുന്നത്. നിറത്തിന്റെ പേരൊക്കെ പറഞ്ഞിട്ട് പെൺകുട്ടിയെ വല്ലാതെ കളിയാക്കും, കുറ്റപ്പെടുത്തും. ആത്മവിശ്വാസമില്ലാത്തവളായിട്ട് ഈ കുട്ടി മാറിത്തീർന്നു. മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചിട്ട് കഴിവില്ലാത്ത ആളാക്കിയിട്ട് പെൺകുട്ടിയെ മാറ്റി. പെൺകുട്ടിയും വിശ്വസിച്ചു എനിക്ക് കഴിവില്ല. അങ്ങനെ പെൺകുട്ടിയുടെ വളർച്ചാ കാലഘട്ടങ്ങളിലേക്ക് കൗമാരത്തിലേക്കൊക്കെ പ്രവേശിച്ചപ്പം അബദ്ധങ്ങളായിട്ടുള്ള പല ബന്ധങ്ങളിലും എത്തിപ്പെടാൻ അത് കാരണമായി. സ്നേഹത്തിന് വേണ്ടി മറ്റുള്ളവരുടെ പിറകെ പോയി അവരാലൊക്കെ പറ്റിക്കപ്പെട്ടു. ഞാൻ സ്നേഹിക്കപ്പെടാൻ കൂടി അർഹതയില്ലാത്തവളാണെന്ന് ഇവരുടെ മൈൻഡ് സെറ്റിൽ രൂപം കൊണ്ടു. പിന്നീട് കല്യാണം കഴിഞ്ഞു, ഭാര്യയായി, അമ്മയായി. നല്ലൊരു ഭാര്യയായിട്ടും അമ്മയായിട്ടും ഒന്നും പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. കാരണം എന്താ? എനിക്കതിനുള്ള കഴിവില്ല എന്ന മൈൻഡ് സെറ്റ്. ഇങ്ങനെ പലരുടെയും കുട്ടിക്കാലം ഉണ്ടാവാറുണ്ട്. ഒരു വ്യക്തിയെ തീരുമാനിക്കുന്നത് അവരുടെ കുട്ടിക്കാലത്ത് അവർക്ക് എന്ത് കിട്ടി എന്നതിൽ നിന്നാണ്. അവർക്ക് അതിനകത്ത് സ്നേഹം കിട്ടിയിട്ടില്ലെങ്കിലും ആത്മവിശ്വാസം കിട്ടിയിട്ടില്ലെങ്കിലും മുതിർന്നു കഴിഞ്ഞാൽ അവർക്കത് എവിടെയും പ്രകടിപ്പിക്കാൻ കഴിയില്ല. അവരുടെ ജീവിതം പരാജയമായി തീരും. അതുകൊണ്ട് ഏതൊരു കുട്ടിയുടെയും കുട്ടിക്കാലം മനോഹരമാക്കാൻ മാതാപിതാക്കൾ ശ്രദ്ധിക്കുക. ടോക്സിക് ആയിട്ടുള്ള പാരന്റിങ് കുട്ടിയെ മറ്റൊരു തരത്തിലേക്ക് ടോക്സിക്കായ ഒരു കുട്ടിയായിട്ട് മാറ്റും, ടോക്സിക്കായ ഒരു വ്യക്തിയായിട്ട് മാറ്റും. ഒരു കുട്ടിയുടെ എല്ലാം നിർണ്ണയിക്കുന്നത് അവരുടെ കുട്ടിക്കാലം ആണ് എന്നത് തിരിച്ചറിയുക. കുട്ടിക്കാലം മനോഹരമാക്കുക.